കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ പരസ്പര സഹായ പദ്ധതി പ്രകാരമുള്ള കുടുംബ സഹായധനം കൈമാറി. അസോസിയേഷൻ കായംകുളം ബ്ലോക്ക് അംഗം അയ്യപ്പ എഞ്ചിനീയറിംഗ് വർക്കുടമ സൂരജ് നിര്യാതനായ സാഹചര്യത്തെ തുടർന്ന് അദ്ദേഹത്തെ കുടുംബത്തിനാണ് സഹായം നൽകിയത്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കായംകുളം ബ്ലോക്ക് അംഗം അയ്യപ്പ എഞ്ചിനീയറിംഗ് വർക്കുടമ സൂരജിന്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ പരസ്പര സഹായ പദ്ധതി പ്രകാരം കുടുംബത്തിന് സഹായം കൈമാറി. ജില്ലാ പ്രസിഡന്റ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദേവരാജനാണ് 1 ലക്ഷം രൂപയുടെ ചെക്ക് സൂരജിന്റെ കുടുംബത്തിന് കൈമാറിയത്. എല്ലാവരും ഇൻഷുറൻസ് കവറേജ് പുതുക്കാനുള്ളവരെല്ലാം എടുക്കുകയും പരസ്പര സഹായ നിധിയും അംഗമാകണം. മെമ്പർഷിപ്പ് പുതുക്കേണ്ട ടൈമാണ് ഇപ്പോൾ. ഇനി 20 ദിവസം കൂടെ നമുക്ക് നീട്ടി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ മാസം 20-ാം തീയതി ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് കംപ്ലീറ്റ് ആൾക്കാരും ഇത് സഹകരിക്കണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ തന്നെ നമുക്കറിയാം സൂരജ്, അതുപോലെ തന്നെ ചാരമൂട്ടിൽ ഈ ഇപ്പം മരണപ്പെട്ടതിൽ 5 പേര് കായംകുളത്ത് മരിച്ചതിൽ അതിൽ 3 പേരുടെയും നില വളരെ പരിതാപകരമാണ്. തെങ്ങമ്പള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ 2 കുട്ടികളെ പഠിപ്പിക്കണം. ആ അമ്മ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ആ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് പോകാനും ഇപ്പോൾ പറ്റുന്നില്ല. അവർക്ക് ആ സഹായം വലിയൊരു കാര്യമായി. അപ്പോൾ അന്ന് അവിടുത്തെ അമ്മയ്ക്ക് കൂടെ പൈസ കൊടുക്കണമെന്നുള്ള ഒരു തർക്കം വന്നു. അതെ, ചന്ദ്രൻപിള്ളയുടെ വൈഫിനും കൂടെ കൊടുക്കണമെന്ന്. അപ്പം ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് 50,000 അവർക്കും 1.5 ലക്ഷം ഇവർക്കുമായിട്ട് കൊടുത്തേത്. പക്ഷെ അത് കുഴപ്പമാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായ താക്കീത് സ്റ്റേറ്റിൽ നിന്ന് തന്നിട്ടുണ്ട്. ആരാണോ നോമിനി അവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരു ഭർത്താവ് ഇപ്പം ചിലപ്പോൾ മിക്കവാറും ഉള്ളവരെല്ലാം ഭാര്യയാണ് വെക്കുന്നത്. ചിലപ്പോൾ ഭാര്യ അല്ല, അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, വേറൊരാളിനെ വെക്കുന്നതെങ്കിൽ അവർക്കേ കൊടുക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നോമിനിയുടെ പേര് കറക്റ്റായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ആ ഫണ്ട് അസാധുവായി പോകും. വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ സൂരജ് ഫോട്ടോ ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അതൊരു വിഷയമാണ്. ഫോട്ടോ ഒട്ടിക്കാതെ ഇവർ കൊണ്ട് തന്നത്. പിന്നെ അവിടെ അത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഫോട്ടോ ഇല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോ ഉണ്ടല്ലോ എന്നുള്ള രീതി സംസാരിച്ചപ്പോഴാണ് അത് ക്ലിയറായി ചെയ്ത് കിട്ടുന്നത്. ജില്ലാ സെക്രട്ടറി ജ്യോതി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം ശശി സ്റ്റീൽലാൻഡ്, ജില്ലാ ട്രഷറർ മോഹൻലാൽ, ബ്ലോക്ക് ഇൻചാർജ് ലിബു വർഗീസ്, ബ്ലോക്ക് സെക്രട്ടറി ഷാജി എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ് കായംകുളം.